പിന്നൊരു കാര്യം, ഇന്ന് എന്തായാലും ആസ്പത്രിക്ക് ഞാൻ ഏട്ടത്തിനെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു 4 മണിയാകുമ്പോഴേക്കും പുറപ്പെട്ടോ, ഞാനും ഒരുങ്ങാൻ പോണ്. വറ്റി വരേണ്ട അധരങ്ങളെ അവൾ നാവ് നീട്ടി നനച്ചു. പരമനോട് അവൾ പറഞ്ഞു, നമുക്ക് മൂന്നാമതൊരാൾ കൂടി വരാൻ പോണ്. എന്തേ പരമേട്ടൻ്റെ അഭിപ്രായം? അയാൾ ഒന്ന് ഞെട്ടി. അതെങ്ങനെ പാറു, നീ എന്താ ഭ്രാന്ത് പറയുന്നുണ്ടോ? ഇക്ക് ഭ്രാന്തൊന്നുമില്ല ഇങ്ങനൊക്കെ പറയാൻ. നല്ലോണം ആലോചിച്ച് തന്നെയാണ് ഞാനീ പറയണത്, പാറു അസഹനീയമായ ശബ്ദത്തിൽ പറഞ്ഞു. സന്ധ്യ സമയമായപ്പോഴേക്കും ഭാഗവതം വായിച്ച 2 വ്യക്തികൾ വായന മതിയാക്കി എണീറ്റു. അവർക്കുള്ള ദക്ഷിണ വെറ്റിലപ്പാക്കിൽ വച്ചുകൊടുത്ത് അവരെ യാത്രയാക്കി മാധവൻ. അതിനുശേഷം ചുറ്റുവട്ടത്തുള്ള കുറച്ചു പൊടി ഗായകരുടെ ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളുമുണ്ട്. അതിന് തയ്യാറെടുപ്പിലാണ് മാധവനും കുറച്ച് സുഹൃത്തുക്കളും. എങ്കിലും അയാൾ പാറുവിനെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നില്ല. പാറുവിനെയും കൊണ്ട് പരമനും അമ്മവും ഇറങ്ങി കഴിഞ്ഞിരുന്നു. ആസ്പത്രിയിലേക്ക് പോകുവാൻ പുറത്തുനിന്നുള്ള വാഹനമായിരുന്നു പരമൻ വിളിച്ചത്. അത് മാധവനെ തെല്ലൊന്നുമല്ല അസ്വസ്ഥനാക്കിയത്. കഴിഞ്ഞ 3-4 മാസം മുൻപ് വരെ തങ്ങൾക്കിടയിൽ ഒരു അകൽച്ചയും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തങ്ങൾക്കിടയിൽ അകൽച്ച വന്നിരിക്കുന്നു. മറ്റാരും കാണാതെ ഒരു തൂണിൻ്റെ മറവിൽ നിന്ന മാധവൻ കണ്ടു തൻ്റെ പാറുവിനെ. അയാൾക്ക് അങ്ങനെയാണ് തോന്നിയത്. തൻ്റേതുകൂടിയാണ് പാറു. കുറച്ച് കാശെടുത്ത് അയാൾ ഓടി അടുത്ത് ചെന്നു. അതത്രയും പാറുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. പരമൻ മാധവനെ അപരിചിതനെപ്പോലെ ദേഷ്യത്തിൽ നോക്കി. ആ പൈസ ഇപ്പോൾ വേണ്ട, പാറു അത് തിരികെ കൊടുത്തോളൂ. പക്ഷേ പാറുവിൻ്റെ മൗനം പരമനെ തളർത്തി. പാറു നിശബ്ദയായി മാധവനെ നോക്കി. തനിക്കതിന് കഴിയില്ല എന്നവൾക്ക് തോന്നി. കാരണമുണ്ട്. ആ പറയുന്ന വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് താനിന്ന്. അതിനു കാരണം ഈ പാറുക്കുട്ടി തന്നെ. തൻ്റെ ക്ഷീണത്തിനുള്ള കാരണം ഉറപ്പിച്ചതിനു ശേഷം അവർ മൂവരും തിരികെ വീട്ടിലെത്തി. ആ സമയം മുതൽ പാറു വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. തലകറക്കം നല്ലവണ്ണം അനുഭവപ്പെട്ട പാറു മുറ്റത്തു കാൽ വച്ചപ്പോഴേ മാധവനെ തിരഞ്ഞു. തൻ്റെ കൈവശമുള്ള കാശ് തിരികെ കൊടുക്കണമോ? തിരികെ വന്ന് തൻ്റെ കിടക്കയിൽ കിടന്നു. അപ്പോഴായിരുന്നു പാറുവിൻ്റെ അച്ഛനും മംഗലത്തെ ക്ഷണമനുസരിച്ച് അവിടേക്ക് വന്നത്. എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ക്ഷീണിതയായ പാറുവിനെ കണ്ട് അച്ഛൻ ചോദിച്ചു. ചെറിയ മകനെ എടുത്ത് താൻ കൊണ്ടുവന്ന പലഹാരങ്ങൾ ഓരോന്നായി എടുത്തു കൊടുത്തതിനു ശേഷം അയാൾ പാറുവിനോട് കുശലാന്വേഷണം നടത്തി. കാര്യം അറിഞ്ഞതും അദ്ദേഹത്തിന് സമാധാനമായി. പാറുവിൻ്റെ അച്ഛനെ മാധവൻ കാര്യമായി സൽക്കരിച്ചു. അങ്ങനെ ആ ദിനവും വലിയ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. പരമൻ ഗഹനമായ ചിന്തയിലാണ്. അതെന്തായിരിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അയാൾ വളരെ രഹസ്യമായി പാറുവിനോട് അവളുടെ ഉദരത്തിലുള്ള കുട്ടിയുടെ പിതാവ് ആരെന്ന ചോദ്യം ഉന്നയിച്ചു. പാറു വളരെ പ്രകോപിതയായി. അതെനിക്കിപ്പോൾ പറയാൻ സൗകര്യമില്ല. അവൾ ദേഷ്യപ്പെട്ടു. സത്യം പറഞ്ഞാൽ പരമേട്ടന് വിശ്വാസമാവില്ലെങ്കിൽ എന്തിനു ഞാൻ പറയണം? ഉറങ്ങാൻ കഴിയുന്നില്ല. പരമൻ വളരെ വിഷമത്തിലാണ്. തൻ്റെ പാറുവിൻ്റെ ഉദരത്തിൽ ആരുടെ കുട്ടിയാണ്?